ഹലോ. ആദ്യം തന്നെ സോറി ട്ടാ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി ഒരുപാട് നാളായിട്ടാ ചേച്ചി ഒരു പേപ്പർ ഡോൾ ഹൗസ് ചെയ്യോ എന്ന് ചോദിക്കണു. സത്യം പറഞ്ഞാൽ ചെയ്യാൻ മടിയായിട്ടല്ല ട്ടാ. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടപ്പോഴാ സംഭവം എന്താന്ന് അങ്ങോട്ട് കത്തിയത്. അപ്പൊ ഈ സബ്സ്ക്രൈബർ കുട്ടിയുടെ പേര് ആത്മിക എന്നാണ് ട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. ഇത് ആദ്യമായിട്ട് ചെയ്യണോണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അതുപോലെ തന്നെ ഞാനിത് ബുക്കിനകത്തല്ല ചെയ്യണത്, ജസ്റ്റ് ഒരു പേപ്പറിനകത്താണ് ചെയ്യണത്, ബോണ്ട് പേപ്പറിനകത്ത്. അപ്പോൾ നമ്മുടെ ഡോളിൻ്റെ പേര് അമ്മൂട്ടി എന്നാണ് ട്ടാ. അപ്പോൾ അമ്മൂട്ടിയുടെ ബെഡ്റൂമാണ് ഇവിടെ ഉണ്ടാക്കിയേക്കണത്. ഇനി നമുക്ക് കിച്ചണും അതുപോലെ തന്നെ ബാത്റൂമും ഹൗസൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും വേറൊരു ബുക്കായിട്ട് നമുക്കത് മാറ്റാമല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇവിടെ ഒരു ബോണ്ട് പേപ്പർ ഇങ്ങനെ രണ്ടായിട്ട് ജസ്റ്റായിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ ഒരു ബെഡും കട്ടിലും പിന്നെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു വാർഡ്രോബ് പോലെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു വിൻഡോയാണ് ചെയ്യണത്. വിൻഡോയിൽ ചെറിയൊരു കർട്ടൻ പോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയേ. ആ വാർഡ്രോബിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട് ട്ടോ താഴത്തായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വരക്കാരുടെ റൂമിൽ ഫോട്ടോ ഫ്രെയിംസാ പിന്നെ സൈഡിലായിട്ട് ഷെൽഫിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരക്കാം. ഞാനിവിടെ ഓൾറെഡി ഒരു സ്റ്റാൻഡ് പോലെ വരക്കണോണ്ട് സെപ്പറേറ്റ് ഒരു ഷെൽഫായിട്ട് വരച്ചിട്ടില്ലെന്നുള്ളൂ കേട്ടോ. ഇനി ഇവിടെ രണ്ട് സ്റ്റാൻഡല്ല ഒറ്റ സ്റ്റാൻഡ് തന്നെ രണ്ട് പാർട്ടായിട്ട് ഇങ്ങനെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള സ്റ്റാൻഡില്ലേ അതുപോലെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലോക്കും കൂടി ഈ സമയത്ത് തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഈ സമയത്ത് വരക്കാൻ മറന്നു പോയതുകൊണ്ട് വേറൊരു പേപ്പറിനകത്ത് വരച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പേപ്പറിനകത്ത് അങ്ങോട്ട് വരക്കണത്. എന്നിട്ട് നമ്മൾ ഇത് വരച്ചിട്ട് നമ്മൾ ബ്ലാക്ക് കളറിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ട് കളർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. അതുപോലെ തന്നെ കളർ ചെയ്തപ്പോഴേക്കും ഞാൻ ഇതിനകത്ത് ഒരു വാൾപേപ്പർ പോലെ പുറകിലൊരു ജസ്റ്റ് ഒരു ബ്ലൂ കളറിൽ ഷെയ്ഡിനകത്ത് അതിനകത്ത് കുറച്ച് ഹാർട്ട് ഷേപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബോണ്ട് പേപ്പർ അതിൻ്റെ മുകളിലെടുത്ത് അങ്ങോട്ട് വെക്കുക. വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് താഴത്തെ ആ വരച്ചതിൻ്റെ പാടുണ്ടാവില്ലേ, നമ്മൾ ട്രേസ് ചെയ്യൂലേ, അതുപോലെ നമ്മൾ ട്രേസ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമ്മുടെ വാർഡ്രോബിന് രണ്ട് വാതിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. കണ്ട രണ്ട് ഡോർ പോലെ അങ്ങോട്ട് വരക്കാം. എന്നിട്ട് രണ്ട് ചെറിയൊരു പിടിയും കൂടി വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ബെഡിന് ഒരു പുതപ്പ് വരച്ചു കൊടുക്കുക. ഇതുപോലെ ആ അളവിനകത്ത് എടുത്ത് വരക്കണം കേട്ടോ. ഒരു തലയോടെയും കൂടി വരച്ചു കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഷേപ്പിൽ വേണമെങ്കിലും വരക്കാം കേട്ടോ. എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ഇത്തരം സ്ഥലങ്ങളാണ് നമുക്ക് അളവെടുത്ത് വരക്കേണ്ടത്. ഇനി നമുക്ക് ആ റൂമിൽ വെക്കാൻ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വരക്കാം. ഞാനിവിടെ ചെറിയൊരു അലാം ക്ലോക്ക് വരക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ക്ലോക്ക് വരക്കുന്നുണ്ട്. പിന്നെ ചവിട്ടി വരക്കുന്നുണ്ട്. നമുക്കപ്പോൾ റൂമിൽ ഇട്ട് കൊടുക്കാമല്ലോ ആ ചവിട്ടി. എന്നിട്ട് പിന്നെ ഞാൻ എന്താ വരക്കണമെന്ന് വെച്ചാൽ ഒരു ചെടിച്ചട്ടി വരക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പം എല്ലാവരും റൂമിൽ സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെക്കാറില്ലേ, അതുപോലെ ജസ്റ്റ് വെക്കാൻ വേണ്ടി വരക്കുന്നുണ്ട്. പിന്നെ ഒരു മിറർ വരക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ജഗ് ഉണ്ട്, ഒരു ഐ ഷീൽഡ് ഉണ്ട്, ബാഗ് ഉണ്ട്. പിന്നെ വേറൊരു കുഞ്ഞു ചെടിച്ചട്ടി വരക്കുന്നുണ്ട്. പിന്നെ സൈഡിലൊരു ലൈറ്റും കൂടി വരക്കുന്നുണ്ട്. ഇതെല്ലാം ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ കൊടുത്തിട്ട് കളർ ചെയ്യുക. അതുപോലെ തന്നെ ബുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചെറുതായിട്ട് ഉണ്ടാക്കിയാണ് എടുത്തേക്കണത്. ക്ലോക്കിൻ്റെ സൂചിയും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടാണ് വരച്ചേക്കണത്. എന്നിട്ട് ഇത് കണ്ട ഇതുപോലെ ഔട്ട്ലൈൻ ഒക്കെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ആ ക്ലോക്കിനകത്ത് സൂചി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വരച്ച് വെച്ച പേപ്പറില്ലേ, ആ പേപ്പർ എടുക്കാം. ആദ്യം തന്നെ നമ്മൾ വാർഡ്രോബിൽ ഇതുപോലെ രണ്ട് പേപ്പർ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ട ഇത്രയും വിഡ്ത്തിനകത്തും ഇത്രയും ലെങ്ത്തിനകത്തും വന്ന രീതിയിൽ രണ്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. നമുക്കപ്പോൾ ഡ്രസ്സൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഡോറ് ഇതുപോലെ പശ വെച്ച് അങ്ങോട്ട് സൈഡിൽ മാത്രം ഒട്ടിക്കണം കേട്ടോ. നോർത്ത് പോയിൻ്റെ സൈഡിൽ മാത്രം ഒട്ടിക്കാൻ പാടുള്ളൂ. നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് ഒട്ടിച്ചതിന് ശേഷം പുതപ്പെടുക്കാം. പുതപ്പെടുത്തിട്ട് നമ്മൾ ബെഡിനകത്ത് പുതപ്പിൻ്റെ സൈഡിൽ മാത്രം കണ്ട സൈഡിൽ മാത്രം പശ തേച്ചിട്ട് ഒട്ടിക്കാം. ഉള്ളിൽ പശ തേക്കരുതിട്ട് നമുക്ക് ഡോളിനെ കിടത്തണ്ടേ, ഉള്ളിൽ പശ തേക്കരുത്. പിന്നെ തലോണക്കൊന്നും ഞാൻ പശ തേക്കാനുള്ള. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് എവിടെയാണ് വെക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ജസ്റ്റ് വെച്ചേക്കണത് ഇപ്പം. എന്നിട്ട് നമുക്ക് വേറൊരു പേപ്പർ എടുക്കാം. വേറൊരു പേപ്പർ എടുത്തിട്ട് നേരത്തെ നമ്മൾ ട്രേസ് ചെയ്തില്ലേ അതുപോലെ തന്നെ പേപ്പർ വെക്കുക. തലോണയുടെ അവിടെ നിന്ന് പുതപ്പിൻ്റെ അറ്റം വരെ നമുക്ക് അളവെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഡോളിന് ആ അളവിൽ വേണം വരക്കാൻ വേണ്ടി. എന്നാലല്ലേ നമുക്ക് കട്ടിലുമ്പോൾ ഡോളിനെ കിടത്താൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡോളിനെ വരക്കാം. ഞാൻ ഡോളിനെ വരച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടൊരു പ്രേതത്തിൻ്റെ കട്ടൊക്കെ വന്നാന്നൊരു ഡൗട്ട് ഇട്ടാം. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഡോളിൻ്റെ അളവിനകത്ത് നമുക്ക് ഡ്രസ്സ് ചെയ്യണം. നമുക്ക് ഡോളിന് ഏതൊക്കെ ഡ്രസ്സ് ഇട്ട് കാണാനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ വരക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ക്രോപ്പ് ടോപ്പും ജീൻസും വരച്ചിട്ടുണ്ട്. അതിന് പറ്റിയൊരു ചെരുപ്പും വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു യൂണിഫോമും ഒരു ഫ്രോക്കും ഒരു ടോപ്പും പിന്നെ 2-3 ചെരുപ്പും ഒരു സ്ലിംഗ് ബാഗും ഒരു പാവാടയും അങ്ങനെ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് വരക്കാം കേട്ടോ. എന്നിട്ടൊരു ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനകത്ത് നമുക്ക് ആ ഡ്രസ്സ് അങ്ങോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വെട്ടുമ്പോഴേക്കും ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കണ പോലെ ഒരു സൈഡിൽ ഇച്ചിരി പേപ്പർ നീളത്തിൽ വന്നിട്ട് വേണം കേട്ടോ വെട്ടാൻ വേണ്ടി. നമുക്ക് ആ ഡോളിൻ്റെ അവിടെ മടക്കി വെക്കണ്ടേ, അതിന് വേണ്ടിയാണ് ഈ സൈഡിൽ ഇങ്ങനെ പേപ്പർ വരത്തണത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ബൂട്ട് വരച്ചിട്ടില്ലേ, ബൂട്ട് വരച്ചിട്ട് വെട്ടിയേക്കണത് സൈഡിൽ നീളത്തിൽ പേപ്പർ വന്നിട്ടില്ലേ. അപ്പോൾ നമുക്ക് ആ ഡോളിൻ്റെ കാലിൻ്റെ അവിടെ മടക്കി വെച്ചാൽ ആ ബൂട്ട് അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നോളും, ഇങ്ങോട്ട് ഊരിപ്പോരൂല. അതുപോലെ എല്ലാ ഡ്രസ്സും ഞാൻ ഇതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്.
ഡ്രസ്സിൻ്റെയൊക്കെ മോൾ ഭാഗത്തായിട്ടാണ് കേട്ടോ പേപ്പർ വന്നേക്കണത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ? ഡോളിൻ്റെ ഷോൾഡറിൻ്റെ അവിടെയായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പേപ്പർ അതിൻ്റെ ഉള്ളിൽ കണ്ട ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റാം. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കഴിയുമ്പോഴേക്കും ഡോൾ ആ ഡ്രസ്സ് ഇട്ട് നിൽക്കണ പോലെ തന്നെ ആയിക്കോളും. നന്നായിട്ടില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വാർഡ്രോബ് എടുക്കാം. എല്ലാ ഡ്രസ്സും അതിൻ്റെ ഉള്ളിനകത്തായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കാം. സ്ലിംഗ് ബാഗും ബൂട്ട്സും എല്ലാം താഴത്തത്തെ നമ്മൾ ചെയ്തേക്കണ കബോർഡിലായിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് അത് ഒട്ടിച്ച് വെക്കാം. ഒട്ടിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡബിൾ സൈഡിൽ സെല്ലോ ടേപ്പ് എടുക്കുക. അത് ചെറിയൊരു പീസാക്കി ജസ്റ്റ് അതൊന്ന് ആ പേപ്പർ ഇങ്ങനെ തുറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി, ഡോറ് തുറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്കത് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്ടോ നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കണത്. അപ്പോൾ നമ്മുടെ അമ്മൂട്ടിയുടെ ബെഡ്റൂം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും കൂട്ടുകാർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണേ. എന്നിട്ട് പിന്നെ നമ്മുടെ ഡോൾ ഇങ്ങനെ എടുക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ പിന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്യാം. എല്ലാ സാധനങ്ങളും നമുക്ക് എവിടെ വെക്കണ്ടതെന്ന് വെച്ചാൽ അവിടെ വെക്കാം. ഡോളിനെ ബെഡിൽ അങ്ങോട്ട് കിടത്താം. ഹൈ ഷീൽഡ് ഇങ്ങനെ ഇടാം. രാത്രി ഡോൾ കിടന്ന് ഉറങ്ങണ പോലെ ആയില്ല ഇപ്പം. എങ്ങനെയുണ്ട്? അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.